ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ എണീറ്റ പാടെ നേരെ പോയിട്ട് ഈ മൾബറിയുടെ അടുത്താണ് കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, മൾബറിയുടെ വീടിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പഴുത്ത മൾബറി പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മാത്രമാണ് പഴുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്തു. നേരെ പോയത് ഈ 10 മണിയുടെ അടുത്തേക്കാണ്. നമ്മുടെ അടുത്ത് കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഗാർഡനിൽ ഒരു മെയിൻ ഫ്ലവറാണ് ഈ 10 മണി. പിന്നെ നേരത്തെ ഒരു മഴ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം മുല്ലയൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഒരുപാട് മുല്ലമൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഇത് നമ്മൾ മിഞ്ഞാന്ന് മാറ്റി നട്ട ബട്ടൺ റോസാണ്. പക്ഷേ അതിന് ചെറിയൊരു വാട്ടമുണ്ട്. അത് പിടിച്ച് കിട്ടുമോയെന്നറിയില്ല. പിന്നെ ഈ കാണുന്നത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഹാങ്ങിങ് പോട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇങ്ങനെ പൂത്ത പോലെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷേ ഇതിൽ മുട്ട വന്നിട്ടൊരു 4 ആഴ്ചയോളമായി. അതിനുശേഷമാണ് ഈ മുട്ട ഒന്ന് പൂവായിട്ട് കാണാൻ പറ്റിയത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അഡീനിയം നമ്മൾ വിത്ത് നട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ബട്ടൺ റോസാണ്. അതിൽ നന്നായിട്ട് പൂവുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു മഞ്ഞ ചെറിയൊരു കാട്ടുചെടിയാണ്. പിന്നെ ഇത് ഒരു വെള്ളപ്പൂവ്. ഇത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആശാനെ തൊട്ട് അത് നിലത്ത് വീണു പോകും. അതുകൊണ്ട് കണ്ട് ആസ്വദിക്കാനേ പറ്റും. ഇതാണ് നമ്മുടെ വിഷ്ണുക്രാന്തി. ഇതിൻ്റെ പേര് ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്, വിഷ്ണുക്രാന്തി എന്ന്. കാണാൻ ഭയങ്കര ക്യൂട്ട് ഫ്ലവറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഗാർഡനിലെ വിശേഷങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ നടാണ്ട് വീണ് പിടിച്ചൊരു കാന്താരി ചെടിയാണ്. ഗാർഡനിൽ കാന്താരി ചെടി ആദ്യമായിട്ട് കാണാതിരിക്കില്ല. പക്ഷേ എങ്കിൽ നമ്മളവിടെ തന്നെ നിർത്തിയിട്ടോ, ഒരുപാട് ഉണ്ടാവുന്നത് കൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.